നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബർ വില വീണ്ടും 300 രൂപയിലേക്ക്. ലാറ്റക്സിന് എക്കാലത്തെയും ഉയർന്ന വില. റബ്ബർ വില 300 രൂപയെന്ന മാജിക് നമ്പറിലേക്ക് കുതിക്കുന്നു. ലാറ്റക്സിന് എക്കാലത്തെയും ഉയർന്ന വില. ഇന്നലെ ഓപ്പൺ മാർക്കറ്റിൽ ലാറ്റക്സ് സ്പോട്ട് വില കിലോഗ്രാമിന് 298 രൂപയെന്ന റെക്കോർഡിലെത്തി. ഗ്ലൗസ്, പ്രൊഫിലാറ്റിക്സ് മേഖലകളിൽ നിന്ന് വൻ ഡിമാൻഡും മാർക്കറ്റിലെ ചരക്ക് ദർലഭ്യവുമാണ് വില കുത്തനെ ഉയരാൻ കാരണം. കൂടാതെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലം കടൽ മാർഗമുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടതോടെ വിദേശത്തു നിന്നുള്ള ലാറ്റക്സ് ഇറക്കുമതി അസാധ്യമായി. ഇതും ആഭ്യന്തര മാർക്കറ്റിൽ ലാറ്റക്സ് ആവശ്യകതയും വിലയും കുതിച്ചുയരാൻ ഇടയാക്കി. രാജ്യാന്തര മാർക്കറ്റിൽ ഷീറ്റ് റബ്ബർ വില കുറയുമ്പോഴും ആഭ്യന്തര വിപണി മുന്നേറ്റം തുടരുകയാണ്. ഇന്നലെ ബാങ്കോക്ക് മാർക്കറ്റിൽ RSS 4 ഗ്രേഡ് റബ്ബർ വില ഇടിഞ്ഞ് കിലോയ്ക്ക് 266 രൂപ 78 പൈസയിലെത്തി. എന്നാൽ കോട്ടയം, കൊച്ചി വിപണികളിൽ വില 284 രൂപയായി തുടരുന്നു. പ്രധാന ഉൽപ്പാദന രാജ്യങ്ങളിൽ നിന്നും മാർക്കറ്റിലേക്ക് റബ്ബറിൻ്റെ വരവ് ഉയർന്നത് ജപ്പാനിലെ ഒസാക്ക എക്സ്ചേഞ്ച്, സിംഗപ്പൂർ എക്സ്ചേഞ്ച് എന്നിവ ഉൾപ്പെടെയുള്ള ആഗോള ചരക്ക് മാർക്കറ്റുകളിൽ റബ്ബർ അവധി വ്യാപാരം താഴോട്ട് പോയതുമാണ് രാജ്യാന്തര വില ഇടിയാൻ കാരണം. എന്നാൽ ആഭ്യന്തര വിപണിയിൽ വൻ ഡിമാൻഡ് നിലനിൽക്കുന്നതും വില ഇനിയും ഉയർന്നേക്കുമെന്ന പ്രതീക്ഷയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിക്കാതെ കൈവശം വയ്ക്കുന്നതുമാണ് ആഭ്യന്തര വില 284 രൂപയായി ഉയർത്തി നിർത്തിയത്. ഏഷ്യൻ രാജ്യങ്ങളിൽ ടാപ്പിംഗ് പുരോഗമിച്ചതിനാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഷീറ്റ് ലഭ്യത ഉയരാം. തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യയിലും റബ്ബർ വെട്ട് ജൂലൈയെ അപേക്ഷിച്ച് സജീവമെന്നാണ് അവിടെ നിന്നുള്ള വിവരം. പുതിയ ഷീറ്റ് വരവ് പ്രതീക്ഷിച്ച് മുൻകൂർ കച്ചവടങ്ങൾക്കുള്ള നീക്കത്തിലാണ് വ്യവസായികൾ. ബാങ്കോക്കിൽ റബ്ബർ കിലോ 267 രൂപയിലാണ്. ജപ്പാനീസ് നാണയമായ യെന്നിൻ്റെ മൂല്യം 40 വർഷങ്ങളിലെ താഴ്ന്ന നിലവാരമായ 163 നിന്നും 157 ശക്തി പ്രാപിച്ചതോടെ വിദേശ നിക്ഷേപകർ അവധി വ്യാപാരത്തിൽ നിന്നും പിൻവലിഞ്ഞു. ഒസാക്കയിൽ കിലോ 410 മുതൽ 420 യെന്നിൽ ചാഞ്ചാടി. കേരളത്തിൽ 4 ഗ്രേഡ് റബ്ബർ കിലോ 284 രൂപയിൽ സ്റ്റഡിയാണ്. വെളിച്ചെണ്ണ വില കൂടി പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ ഏലക്ക. പ്രതികൂല കാലാവസ്ഥ നടപ്പ് സീസണിലെ ഏലക്ക ഉൽപ്പാദനത്തെ ബാധിച്ചതായി കാർഷിക മേഖല. പല ഭാഗങ്ങളിലും വിളവെടുപ്പ് തുടങ്ങിയെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് കായ പിടിച്ചില്ല. ജൂൺ ജൂലൈയിലെ വരണ്ട കാലാവസ്ഥ ഉൽപ്പാദനത്തെ ബാധിച്ചു. ഇതിനിടയിൽ ലേലത്തിൽ ഏലക്ക വരവ് കുറഞ്ഞതോടെ ശരാശരി ഇനങ്ങൾ 3200 രൂപയിലേക്കും മികച്ച ഇനങ്ങൾ 7040 രൂപയിലേക്കും സഞ്ചരിച്ചു. വിലക്കയറ്റം വിദേശ ഓർഡറുകളുടെ വരവിന് തടസ്സം ഉളവാക്കിയെന്ന് കയറ്റുമതി മേഖല. ഇതുമൂലം വിദേശ അന്വേഷണങ്ങൾ കുറഞ്ഞതായി കയറ്റുമതിക്കാർ. ഇന്നലെ ലേലത്തിൽ 47,069 കിലോ ഏലക്ക വന്നതിൽ 42,511 കിലോയും വിറ്റഴിഞ്ഞു. വലിപ്പം കൂടിയ ഇനങ്ങൾ 4,243 രൂപയിലും ശരാശരി ഇനങ്ങൾ 3,049 രൂപയിലും കൈമാറി. തമിഴ്നാട് വെളിച്ചെണ്ണ വില ഒറ്റയടിക്ക് കിൻഡലിന് 675 രൂപ വർദ്ധിപ്പിച്ചു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കാര്യമായ ഓർഡറുകളില്ലെങ്കിലും വ്യവസായികളും ഊഹക്കച്ചവടക്കാരും ചേർന്ന് വിപണിയെ അമ്മാനമാടുകയാണ്. ഓണം മുന്നിൽ കണ്ട് സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ വൻ വിലയ്ക്ക് കേരളത്തിൽ വിറ്റഴിക്കാനുള്ള നീക്കമാണ് വിപണി വൃത്തങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. കൊച്ചിയിൽ എണ്ണയ്ക്ക് 200 രൂപ വർദ്ധിച്ച് 25,500 രൂപയായി.